എന്ത് കാണണം? ഹലോ, ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ മക്കളെ ഒന്ന് സർപ്രൈസ് ആക്കിക്കൊണ്ടാണ്. പറയാതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഇന്നലെ രാത്രിയാണ് അറിയുന്നത്. എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ ഞാൻ എത്തും, മക്കളോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ അടുത്ത് പറയാതെ വന്നാൽ എന്തായാലും ഗേറ്റ് തുറക്കലും ഡോറ് വരുമ്പോൾ ബെല്ലടിക്കുമ്പോൾ നമ്മൾ രാത്രിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തുറക്കൂല കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് തുറക്കും. അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് നേരത്തെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ മോനിങ്ങനെ ഭയങ്കരമായിട്ട് അവനങ്ങ് സർപ്രൈസായി. അവനിങ്ങനെ നോക്കുകയാണ്. ഇന്നലെ രാത്രി 10:00-ക്ക് എന്നെ വിളിച്ചതല്ലേ, ഇത് എപ്പോൾ ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവന് വിശ്വസിക്കാനേ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത് മോൾ ഉറങ്ങുകയാണ്. ഒരു 8 മണി നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ അവൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അവളും അങ്ങോട്ട് ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് തുടങ്ങി. ഇത് സ്ഥിരം ഒരു ശീലമാക്കിയോ, കഴിഞ്ഞതിനും ഇങ്ങനെ വന്നു, ഇപ്പോഴും പറയാതെ വന്നു, ഇനി മേലാൽ ഇങ്ങനെ വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതെന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു രണ്ടാൾക്കും. അങ്ങനെ രാവിലെ അങ്ങനെ ആ ഒരു പകൽ സമയമൊക്കെ അങ്ങനെ പോയി. ഈവനിങ് ആയപ്പോൾ പുറത്ത് ഫുഡ് അടിക്കാൻ തോന്നി. ഇവിടെ അടുത്തൊരു ഗ്രിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് ഈ ഗ്രിൽഡ് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ അൽഫാം കുറച്ച് ടേസ്റ്റിയാണ് കേട്ടോ. കഴിഞ്ഞതിന് വന്നപ്പോൾ ഞങ്ങൾ 2-3 ദിവസം പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഓർമ്മയിൽ വന്നതാണ് കേട്ടോ. മോന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. മോന് മാത്രമല്ല നമ്മളെല്ലാവരും കഴിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് ആ ഒരു ഗ്രിൽ ഫുഡാണ് ഇഷ്ടം. അതാണ് ഞങ്ങൾ ഇവിടുന്ന് സാധാരണ കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ പോയതിന് അവിടുത്തെ ഒരു സൂപ്പ് ഉണ്ട് കേട്ടോ. ഭയങ്കര എനിക്ക് മെയിനായിട്ട് ആ ഒരു സൂപ്പിനോടാണ് ഭയങ്കര താല്പര്യം കേട്ടോ. ആ ഒരു നല്ല എരിവും പുളിപ്പൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സൂപ്പ് കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ മോളിങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് കുടിക്കാതിരിക്കുകയാണ്. കുറച്ച് എരിവ് അധികം ഉണ്ട് കേട്ടോ. അങ്ങനെ കുടിക്കണോ വേണ്ടേ എന്നുള്ളതിലിരിക്കുകയാണ്. ഹാഫ് കുടിച്ചിട്ട് പിന്നെ ബാക്കി ഞാനാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ സൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇക്കയുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും അവിടെ അവർ ഫുഡ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു ചേച്ചിയും ചേട്ടനും അവരുടെ ഏതോ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ മക്കളൊന്നുമല്ല. അങ്ങനെ ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത അൽഫാം വന്നിട്ടുണ്ട് കേട്ടോ. മോനപ്പോഴത്തേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസിലല്ല എൻ്റെ നോട്ടം, ആ ഒരു ബാസ്ക്കറ്റിലാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ഈ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങുമ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് ഇത് ഇവിടുന്ന് ഒരെണ്ണം അടിച്ചു മാറ്റിയാലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. വെറുതെ പറഞ്ഞതാണ്, അടിച്ചു മാറ്റലൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ നല്ല അടിപൊളി അൽഫാമും ആ ഒരു മയണൈസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നുടനെ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. എൻ്റെ സൂപ്പം കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ എന്തായാലും സൂപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടേ പിന്നെ ബാക്കി കാര്യമുള്ളൂ. സൂപ്പ് ഇരുന്നങ്ങ് തണുത്ത് പോയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ മോളിത് അൽഫാം കഴിക്കുകയാണ്. അവൾ ആ ഒരു കഷ്ണം കുബൂസ് എടുത്ത് ഒരു കഷ്ണം അൽഫാം എടുത്ത് വെച്ചു. ആ ഒരു ഗ്രീൻ ചട്നി ഉണ്ടോ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് മയണൈസിൽ ഡിപ്പ് ചെയ്ത് അങ്ങ് കഴിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വേറെ ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചാലും ഇതേ ഒരു ടേസ്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം ടേസ്റ്റുള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ഐറ്റം ഗ്രില്ലിനോട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പിന്നെ ഇത് കുറച്ച് ഒരുപാട് കോസ്റ്റ്ലി ആണെന്ന് വെച്ചാൽ ആ ഒരു ഫുൾ ഒരു അൽഫാം വാങ്ങിക്കുമ്പോൾ 750 അങ്ങനെ എന്തോ ആവുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ 4 ആളാകുമ്പോൾ എന്തായാലും 4 പീസ് ഫുൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് മക്കൾ രണ്ടാളും കൂടി ഒരു ജ്യൂസ് ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സോഡയൊന്നും ഇട്ടിട്ടില്ല, അല്ല സാധാ നോർമൽ ജ്യൂസാണെന്ന് പറഞ്ഞു. എനിക്ക് സോഡ ഇടുന്നതിനോട് തീരെ ഇഷ്ടമല്ല കേട്ടോ. ആ ഒരു സംഭവം ഞാൻ കുടിക്കാറേയില്ല. ഞാൻ ഒരു പ്രാവശ്യം അങ്ങ് സിപ്പ് ചെയ്തപ്പോൾ അതിനകത്ത് സോഡ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സോഡ എന്നെക്കൊണ്ട് കഴിക്കാനേ പറ്റില്ല. ഞാനത് കുടിക്കാറുമില്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇതുപോലെ അബദ്ധത്തിലൊക്കെ ഒരു സിപ്പ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഞാൻ കുടിക്കാറേ ഇല്ല. പെപ്സി, 7up ഇതൊന്നും കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ അവളെന്നെ പറ്റിച്ച് തന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ്. ഏകദേശം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ പുറത്താണ്. അങ്ങനെയൊക്കെ വന്ന ദിവസം തന്നെ ഫുഡ് അടിയൊക്കെ പുറത്തുനിന്നാക്കി അടിപൊളിയാക്കി ഞങ്ങളിതേ പോവാണ്. പിന്നെ കാണാം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട്. ബൈ ബൈ.